الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن كانوا ليستفزونك من الأرض ليخرجوك منها وإذا لا يلبثون خلافك إلا قليلا سنة من قد أرسلنا قبلك من رسلنا ولا تجد لسنتنا تحويلا. വിശ്വാസികളെ പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധികളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഇഹപര വിജയം നേടുന്ന വിശ്വാസികളിൽ ഉൾപ്പെടാൻ ശ്രദ്ധിക്കണേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഹിജറ വർഷം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. 1447 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മഹാ ചരിത്ര സംഭവത്തെ നമ്മൾ ഓർക്കുന്ന ഒരു സമയമാണിത്. ഇത് ഒരു മിത്തല്ല, ചരിത്രത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ആരംഭിച്ച ആദ്യ കാലഘട്ടത്തിൽ വളരെ രഹസ്യമായി അത് വെക്കുകയും പിന്നീട് അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ടായപ്പോൾ പരസ്യമായി അത് പ്രബോധനം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അതോടുകൂടി തീവ്രമായ അക്രമങ്ങളും മർദ്ദനങ്ങളും പീഡനങ്ങളും ഒക്കെയായി പ്രവാചകനും വിശ്വാസികളും വല്ലാത്ത ഒരവസ്ഥയിലായി തീർന്ന സംഭവം ചരിത്രത്തിലുള്ളതാണ്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി പ്രബോധനം ചെയ്ത അതേപോലെ തന്നെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത്. ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളെ സംസ്കരിച്ചെടുക്കുന്ന ഒരു പ്രവാചകനായിരുന്നില്ല മുഹമ്മദ് നബി. ഒന്നുമില്ലാത്ത ഒരു വിശ്വാസവും അല്ലെങ്കിൽ ഈ യഥാർത്ഥ ദീനുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളെ ആ ദീനിലേക്ക് ക്ഷണിച്ച് ദീൻ പഠിപ്പിച്ച് അവരെ സംസ്കരിക്കുന്ന ഉത്തരവാദിത്തമായിരുന്നു പ്രവാചകൻ ഉണ്ടായിരുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെയായിരുന്നല്ലേ. ഇബ്രാഹിം നബി വന്ന സമൂഹത്തിൽ എന്താണ് അള്ളാഹു പഠിപ്പിക്കുന്നത് എന്നോ ആരാണ് അള്ളാഹു എന്നോ ഒന്നും അറിയാത്ത ഒരു വിഭാഗത്തോടാണ് ഇബ്രാഹിം നബിക്ക് പ്രബോധനം ചെയ്യേണ്ടി വന്നിരുന്നത്. അതേ രൂപത്തിൽ തന്നെയായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതൊന്നും അറിയാത്ത ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ ദീനിലേക്ക് ക്ഷണിച്ച് അവരെ സംസ്കരിച്ചെടുക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ് പ്രവാചകൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേട്ട ഉടനെ തന്നെ ഇതിനെ കടുത്ത എതിർപ്പോടുകൂടി നേരിടുകയും പ്രവാചകന് നേരെയും ദുർബലരായ വിശ്വാസികൾക്ക് നേരെയും അതിയായ രൂപത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുകയൊക്കെ ചെയ്ത പശ്ചാത്തലത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
മക്ക വിട്ട് മദീനയിലേക്ക് പോകാനുള്ള തീരുമാനമെടുക്കുന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം. ആ ഹിജറ പോയ സംഭവത്തിന്റെ ആ ചരിത്രം വിശദീകരിക്കല്ല, അത് പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും. അബൂബക്കർ റളിയല്ലാഹുവിനെയും കൂട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോയതും സൗർ ഗുഹയിൽ 3 ദിവസം ഇരുന്നതും അവിടെ നിന്ന് പിന്നീട് മദീനയിലേക്ക് യാത്രയായതും അതിനിടയിൽ പ്രവാചകൻ നേരിട്ട അക്രമങ്ങളും അല്ലെങ്കിൽ പ്രവാചകനെ പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഒക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഞാൻ ഈ ഹിജറയുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലം സൂറത്തുൽ ഇസ്രായിൽ 73-ാമത്തെ ആയത്ത് മുതൽ 77 ആയത്ത് വരെയുള്ള 3-4 ആയത്തുകളിൽ ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഹിജറയുടെ പശ്ചാത്തലം ഒന്ന് വിശദീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ ഹിജറ പോകാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഒരുങ്ങുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ സംഭവം ഉണ്ടാകുന്നതിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നത് വഇൻ കാദു ലയഫ്തിനൂനക അനില്ലദീ ഔഹൈനാ ഇലൈക ലിതഫ്തരിയ അലൈനാ ഗൈറഹു വഇദ ലത്തഖദൂക ഖലീല. നബി ഇങ്ങനെ പ്രബോധനം ചെയ്തുകൊണ്ട് ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മക്കയില് 13 വർഷമാണല്ലോ മക്കയിൽ ജീവിച്ചത്. ആ കാലഘട്ടത്തിന് ഇടക്കുണ്ടായ അതിന്റെ ഇടയിലുണ്ടായ ആ സംഭവ വികാസങ്ങൾ ഖുർആൻ പറയുന്നത് എന്താണോ നാം നിന്നോട് പ്രബോധനം ചെയ്യാൻ വേണ്ടി പറഞ്ഞ് നിന്നെ വഹി ഏൽപ്പിച്ചിരുന്നത് അതിൽ നിന്ന് നിന്നെ തിരിച്ചു വിടാൻ ആ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നീ ഇതല്ലാത്ത എന്തെങ്കിലുമൊക്കെ നമ്മുടെ മേൽ കെട്ടിവെച്ച് ഇല്ലാത്തതൊക്കെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അതായത് ഖുർആൻ അല്ലാത്ത വേറെ എന്തെങ്കിലുമൊക്കെ അവരോട് പറഞ്ഞിട്ട് അവർ പറയുന്ന രൂപത്തിലേക്ക് നീ മാറുന്ന ഒരു അവസ്ഥയിലേക്ക് ആകുമായിരുന്നു. അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ നീ അവരുടെ ഏറ്റവും ഉറ്റമിത്രമാകും. അതായത് ശത്രുക്കൾ പല രൂപത്തിലുള്ള ആവശ്യങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടിരുന്നത്. നീ ഈ നിലക്കുള്ള പ്രബോധനം ഒഴിവാക്കുക, ഇത്ര കടുപ്പത്തിൽ ഈ കാര്യങ്ങൾ പറയാതെ ഒരു മയപ്പെടുത്തുന്ന രൂപത്തിൽ ഞങ്ങളുടെ ദേവന്മാരെയും ദേവികളെയൊക്കെ ഒന്ന് പറയാ, ആ കൂട്ടത്തിൽ എന്റെ പടച്ചവനെയും പറയാ, ആ നിലക്കൊക്കെ ഒന്ന് പ്രവാചകൻ ഒന്ന് മയപ്പെടുത്തു എന്ന രൂപത്തിൽ പ്രവാചകനോട് അവർ പറയുന്നുണ്ട്. അങ്ങനെ പല രൂപത്തിൽ. അതിനിടയ്ക്ക് പറഞ്ഞ മറ്റൊരു കാര്യമാണ്, നിന്റെ കൂടെയുള്ള ദുർബലരായ ഈ അടിമകളുണ്ടല്ലോ, ഈ അടിമകളെയും അതേപോലെ തന്നെ വളരെ മോശപ്പെട്ട ആൾക്കാരെയൊക്കെ നിന്റെ സഹാബത്ത് എന്നുള്ള നിലക്ക് നിന്റെ അനുയായികളായി നിന്റെ കൂടെ കൂട്ടിയവരെ നീ തൽക്കാലം ഒഴിവാക്കി. ഞങ്ങളെപ്പോലുള്ള കുറച്ച് പ്രബലരായ ആളുകളെ നിന്റെ വീരനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിൽ നിന്റെ കൂടെ ഞങ്ങളെ കൂട്ട്. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ കൂടെ കൂടാം. അതേപോലെ തന്നെ മറ്റൊരിക്കൽ പറഞ്ഞൊരു കാര്യമാണ് സൂറത്ത് യൂനുസിൽ കാണാൻ കഴിയും. സൂറത്ത് യൂനുസിൽ ആ കാര്യം പറയുന്നുണ്ട്. ഇതല്ലാത്തൊരു ഖുർആൻ, നീ ഇപ്പം ഓതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ആശയങ്ങൾ ഉണ്ടല്ലോ, ഇതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയുള്ള ഒരു ഖുർആൻ നീ കൊണ്ടുപോവാ. ബദ്ദിൽഹു, അല്ലെങ്കിൽ ഈ ഖുർആൻ അല്ലാത്ത വേറൊരു സാധനം, വേറൊരു ഗ്രന്ഥമായിട്ട് നീ ഞങ്ങളോട് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നിന്നെ ഞങ്ങൾ സ്വീകരിച്ചോളാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രവാചകനെ പല രൂപത്തിലുള്ള ഫിത്നയിലാക്കാൻ ഈ ആൾക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവരുടെ ആ ഫിത്നയിൽ നീ കുടുങ്ങുകയാണെങ്കിൽ നീ അവരുടെ ഖലീലാകും എന്ന് പറഞ്ഞാൽ അവരുടെ ഉറ്റ തോഴനായി ഉറ്റമിത്രമായി അവരെല്ലാവരും നിന്നെ സ്വീകരിക്കും. ഇങ്ങനെ ഈ നിലപാട് മാറ്റം നിന്നിൽ ഉണ്ടാവുകയാണെങ്കിൽ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. ആ കൂട്ടത്തിൽ പ്രവാചകനെ അത്യാവശ്യം അങ്ങനെ സോപ്പിട്ട് പ്രവാചകനെ അടുപ്പിക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങളൊക്കെ അത് നടക്കുന്നുണ്ട്. പ്രവാചകനോട് പറയുന്നുണ്ട്, വാന്ത സയ്യിദുനാ, നീ ഞങ്ങളുടെ കൂട്ടത്തിലെ നേതാവല്ലേ, നീ ഖുറൈശി കുടുംബത്തിൽപ്പെട്ട അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയെങ്കിലും ആ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തിയിട്ട് അടുപ്പിക്കാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളും നടക്കുന്നുണ്ട്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയാണ്, പ്രവാചക അങ്ങയെ നാം ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ഈ രൂപത്തിൽ നിലപാടിൽ ഉറപ്പ് താങ്കൾക്ക് നാം നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ, താങ്കൾ കുറച്ചൊക്കെ അവരുടെ അടുക്കലേക്ക് ഇങ്ങനെ ചാഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു എന്ന് അല്ലാഹു പറയാണ്. നാം നിങ്ങളെ ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ, നിങ്ങളുടെ മനസ്സിന് ഉറപ്പ് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ,
ഈ ആദർശ ദാർഢ്യം താങ്കൾക്ക് നാം നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ അവര് പറയുന്ന രൂപത്തിൽ, മുശ്രിക്കുകൾ ആവശ്യപ്പെടുന്ന രൂപത്തിൽ, ഖുറൈശികൾ ആവശ്യപ്പെടുന്ന രൂപത്തിൽ കുറെ അങ്ങോട്ട് ചാഞ്ഞു പോകുമായിരുന്നു എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അവിടെ കഅബക്ക് ചുറ്റും ഇങ്ങനെ തവാഫ് ചെയ്ത് ആ തവാഫിനിടയിൽ ഹജറുൽ അസ്വദ് ചുംബിക്കാൻ വേണ്ടി ഇങ്ങനെ ചെന്നപ്പോ അവിടെ വെച്ച് തടയുന്നുണ്ട്. ഖുറൈശി നേതാക്കൾ തടയാണ്. തടഞ്ഞിട്ട് പറയുന്നത് അത് ചുംബിക്കാൻ വരട്ടെ, ഞങ്ങളുടെ ഈ ബിംബങ്ങളും പ്രതിമകളും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ, അതിനെ കൂടി ഒന്ന് വഴങ്ങിക്കോ, അതിനുശേഷമാകാം ഇത് എന്ന് പറഞ്ഞ് പ്രവാചകനെ തടഞ്ഞു നിർത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോടൊന്ന് ചായുകയാണ് എങ്കിൽ അവർ അത് അംഗീകരിക്കുകയും പ്രവാചകൻ സ്വീകരിക്കാൻ തയ്യാറാകുകയും ചെയ്യും. അപ്പോ അങ്ങനെ ഒരു നിലപാടിലേക്ക് നീ വരണം എന്ന് അവർ ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ അള്ളാഹു ആ പ്രവാചകന് മാനസികമായ സ്ഥൈര്യം നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ, എന്നാൽ എനിക്കൊന്ന് തവാഫ് ചെയ്യുമ്പോൾ കൃത്യമായി ഒന്ന് തൊട്ടുകുത്താൻ ഒരു അവസരം കിട്ടുമല്ലോ, അവർ പറയുന്ന രൂപത്തിൽ കേട്ടാൽ എന്ന് പ്രവാചകന് തോന്നുമായിരുന്നു. പക്ഷെ അള്ളാഹു പ്രവാചകനെ ഉറപ്പിച്ചു നിർത്തി, ദീനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തി എന്ന്. ഇത് പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്നതാണ്. ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ആളുകളുടെ ഇങ്ങനെ നമ്മളെ വശീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ, എന്തപ്പോ ഇതിലൊക്കെ ഇപ്പൊ അത്ര കടുംപിടുത്തം ഇതിങ്ങനെ തോന്നിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. ഒരിക്കലും ഉണ്ടാകരുത് എന്ന് പ്രവാചകന്റെ ഈ സംഭവത്തിലൂടെ പഠിപ്പിക്കണം. അതല്ലാതെ ഈ വരികൾക്കിടയിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഒരു അതിമാനുഷനല്ല, ഒരു സൂപ്പർമാൻ അല്ല. അള്ളാഹു പ്രവാചകനെ സ്ഥൈര്യം നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ മാനുഷികമായ രൂപത്തിലുള്ള ദൗർബല്യം പ്രവാചകനെയും പിടികൂടുമായിരുന്നു എന്ന് പഠിപ്പിക്കണം. ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് പ്രവാചകന്റെ മനസ്സും പതറുമായിരുന്നു. ഇവിടെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് പഠിപ്പിക്കുക കൂടി ചെയ്യാൻ ചെയ്തത്. ഏതായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വളരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. നമുക്കറിയാലോ, എന്ന് പറഞ്ഞിട്ട് നിഷേധികളെ, അല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കാത്ത നിങ്ങൾ, ഞാൻ പറയുന്നത് എന്തായാലും എന്റെ പടച്ചവനെ നിങ്ങൾ ആരാധിക്കുന്നില്ല, ഞാനാണെങ്കിൽ നിങ്ങളുടെ ആരാധ്യരെ ഒരിക്കലും ആരാധിക്കുന്നില്ല, ഇനിയോട്ട് ആരാധിക്കാൻ പോകുന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം എന്ന് പറഞ്ഞിട്ട് ആ നിലപാട് വിശദീകരിക്കുന്ന സന്ദർഭം വിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ആ രൂപത്തിൽ അള്ളാഹു പ്രവാചകനെ സ്ഥൈര്യം നൽകി പിടിച്ചു നിർത്തി. ഇതല്ല പറയുന്നത് എന്താണെന്നറിയോ? അങ്ങനെയെങ്ങാൻ നിന്റെ മക്കൾ നിന്ന് അവരോടൊരു ചായ്വ്, അവരോടൊരു മമത, അവരുടെ മക്കളിലേക്കുള്ള ഒരു മയപ്പെടുത്തൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ലോക ജീവിതത്തിലും നാളെ പരലോക ജീവിതത്തിലും ഇരട്ടി ഇരട്ടിയായി ശിക്ഷയും ദുരിതവും നിന്നെ നാം അനുഭവിപ്പിക്കുമായിരുന്നു എന്ന്. പിന്നെ സഹായിക്കാൻ ആരുണ്ടാവട്ടെ പ്രവാചക എന്ന്. അപ്പൊ അങ്ങനെ ഒരു ചാഞ്ഞു പോകൽ ഒരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല. അങ്ങനെ ഉണ്ടാകുമായിരുന്നെങ്കിൽ ശിക്ഷ, ദുരിതങ്ങൾ ഉണ്ടാകും എന്ന് ഈ ആയത്തിൽ സ്വീകരിച്ചപ്പോ ചില മുഫസ്സിറുകൾ, ഇമാം ഖുർത്തുബിയെ പോലുള്ള ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? ഇത് നാട്ടിൽ നേതൃത്വം നൽകുന്ന, സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാര്യം തന്നെ. കാരണം പ്രവാചകൻ ആളുകൾക്ക് ഈ കാര്യങ്ങൾ പ്രബോധനം ചെയ്യുന്ന ആളുകൾ നിലക്ക് എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ ആ തെറ്റിനുള്ള ശിക്ഷ മാത്രമല്ല, പറയാൻ നോക്കൂ, ഈ ലോക ജീവിതത്തിലെ, ഈ ജീവിതത്തിലെ ഇരട്ടി, പരലോകത്തിലെ ഇരട്ടി അനുഭവിക്കേണ്ടി വരുന്നത്. ഇതേ രൂപത്തിൽ തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഈ യാ നിസാ നബി എന്ന് പറയുന്നുണ്ട്. പ്രവാചകന്റെ ഭാര്യമാരെ ഉമ്മഹാത്തുൽ മുഅ്മിനീന അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, പ്രവാചക ഭക്തന്മാരെ, നിങ്ങളുടെ മക്കളിൽ നിന്ന് ഒരു വേണ്ടാത്തരം വന്നാൽ അതിന് ഇരട്ടിയായി ശിക്ഷ നൽകുന്നുണ്ട്. ഈ ആയത്തിനുള്ള പശ്ചാത്തലത്തിലാണ് പണ്ഡിതന്മാർ പറയുന്നത്, സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളിൽ നിന്ന് വരുന്ന തെറ്റുകൾക്ക് അള്ളാഹു ഇരട്ടിയായി ശിക്ഷ നൽകുന്നു. കാരണം ആളുകൾക്ക് മാതൃക കാണിക്കേണ്ടവരാണ് ആളുകൾ, നേതൃത്വം, നേതാക്കൾ എന്ന് പറഞ്ഞാൽ. ഈ നേതാക്കൾ മാതൃക കാണിക്കേണ്ടവർ ഒരു തെറ്റായ നിലപാടിലേക്ക് പോകുന്നുവെങ്കിൽ ആ തെറ്റായ നിലപാട് അനുയായികൾ സ്വീകരിച്ചതിന്റെ ആ ശിക്ഷ കൂടി ഇവർക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഇരട്ടി ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് ചില പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഏതായാലും വിശുദ്ധ ഖുർആൻ അള്ളാഹു പ്രവാചകന്റെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തിയതും ഈ പീഡനങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടായപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായ നിലപാടെടുത്തതിനെ സംബന്ധിച്ചൊക്കെയാണ്
ഖുർആൻ സൂറത്തു ഇസ്രായിലെ ഈ ആയത്തുകളിലൂടെ പറയുന്നത്. പിന്നീട് തുടർന്ന് പറയുന്നതാണ് അവർ നിന്നെ ഇവിടെ നിന്ന് തുരത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കയിൽ നിന്ന് എങ്ങനെയെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉന്മൂലനം ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്യാൻ തുടങ്ങിയ ആദ്യ കാലഘട്ടത്തിൽ കടുത്ത പീഡനങ്ങളാണ്. അതിന്റെ ആദ്യ മുറാദാണ് കടുത്ത പീഡനങ്ങൾ ഏൽപ്പിക്കുകയാണ്. അമ്മാറിനെ പോലെ, യാസിർ കുടുംബത്തെ പോലെ, ഹബ്ബാബിനെ പോലെ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ദുർബലരായ ആളുകളെ പിടിച്ചിട്ട് കടുത്ത പീഡനങ്ങളും ശിക്ഷകളും അവരങ്ങനെ ഏർപ്പെടുത്തിയിട്ട് അത് മാതൃകയാക്കി മറ്റുള്ളവർക്ക് മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ദീനിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടിയുള്ള കൊടിയ ശ്രമങ്ങൾ നടത്തി. പക്ഷെ ഫലം കണ്ടില്ല. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ടുള്ള ഈ രൂപത്തിലുള്ള പീഡനം അത് നടപ്പിലാകാതെ പോയപ്പോൾ അത് പ്രീണനത്തിലേക്ക് പോകണം. റസൂലിന്റെ അടുക്കൽ വന്ന്, എന്താ ഞങ്ങളെ കൂടി ഒന്ന് പരിഗണിച്ചാൽ, ഇവരൊക്കെ ഒന്ന് മാറ്റി നിർത്തി ഞങ്ങളോടൊന്ന് സഹകരിച്ചാൽ എന്താണ് എന്ന രൂപത്തിൽ പ്രവാചകനെ പ്രീണിപ്പിക്കാൻ വേണ്ടി പ്രകോപനം അവിടെ ഫലിക്കാതെ വന്നപ്പോ പ്രലോഭനങ്ങളുമായി പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. അവിടെയും പ്രവാചകൻ വഴങ്ങിക്കൊടുക്കാൻ തയ്യാറാകാതിരുന്നപ്പോ പിന്നീട് അതിന്റെ മൂന്നാം ഘട്ടമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയെങ്കിലും ഉന്മൂലനം ചെയ്യാൻ, നാട്ടിൽ നിന്ന് ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം. അവരൊരു യോഗം കൂടുന്നുണ്ട്. ഖുറൈശികൾ എല്ലാവരും കൂടി സംഘടിച്ചുകൊണ്ട് അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട്, എന്തായാലും പ്രവാചകനെ വെച്ചേക്കാൻ പറ്റില്ല, ഈ മുഹമ്മദിനെ ഇനി ഇവിടെ വെച്ചേക്കാൻ പറ്റില്ല, അവന്റെ കഥ കഴിക്കണം. അപ്പോഴാണ് ചില ആളുകൾ പറയുന്നത്, അങ്ങനെ പ്രവാചകനെ ഭരിച്ചാൽ, മുഹമ്മദിനെ ഭരിച്ചാൽ, മുഹമ്മദിന്റെ കുടുംബമുണ്ടല്ലോ, ഹാഷിം കുടുംബം, ആ ഹാഷിം കുടുംബം ഒന്നിച്ച് പ്രതികാരം ചോദിക്കുന്ന അവസ്ഥ വരും. അപ്പൊ അവർ പാരിടുന്നുണ്ട്, അതിന് മുഹമ്മദിന്റെ വധത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടി പങ്കാളികളാകാം. ഒരാൾ എന്നല്ല, ഒരു കുടുംബത്തിൽപ്പെട്ട ആൾ എന്നല്ല, എല്ലാവരും കൂടി കൊല്ലുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ അവർ പ്ലാനിടുന്നതും അതൊക്കെയാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. മറ്റു ചില ആളുകൾ പറഞ്ഞു, അല്ല, മുഹമ്മദിനെ ഇവിടുന്ന് ആട്ടി ഓടിച്ചാൽ മതി. അബൂ സുഫിയാനെ പോലുള്ള ചില ആളുകളൊക്കെ അങ്ങനെ അഭിപ്രായപ്പെട്ടവരാണ്. അതിനെപ്പറ്റിയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഈ ഭൂമിയിൽ നിന്ന്, ഈ മക്കയിൽ നിന്ന് നിന്നെ വരട്ടി ആട്ടി ഓടിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവർ പ്ലാൻ ഇടുന്നത് നിന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കാനാണ്. വിശുദ്ധ ഖുർആനോടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്താണ്, നിന്നെ ഇവിടെ നിന്ന് അങ്ങനെ പുറത്താക്കുകയാണെങ്കിൽ, നിന്നെ ഇവിടുന്ന് തുരത്തുകയാണെങ്കിൽ അവർ ഇവിടെ കഴിച്ചു കൂട്ടുകയില്ല, താങ്കൾക്ക് ശേഷം ഇല്ല ഖലീല, വളരെ കുറച്ചല്ലാതെ. പ്രവാചകനെ മക്കയിൽ നിന്ന് പുറത്താക്കിയിട്ട് മക്കയിൽ സസുഖം വാഴാമെന്ന് അവരെങ്ങാൻ വിചാരിച്ചാൽ അത് വളരെ കുറച്ചു കാലം മാത്രമേ അവരുടെ ആ വിചാരം നടപ്പിലാവുകയുള്ളൂ, അവർക്ക് അങ്ങനെ കഴിയാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ അവിടെ ഒരു പ്രവചനം നടത്തുകയാണ്. ഈ ആയത്തിറങ്ങിയത് പ്രവാചകൻ ഹിജറ പോകുന്നതിന്റെ ഒരു വർഷം മുമ്പാണ്. പ്രവാചകന്റെ നുബുവത്തിന്റെ 12ാമത്തെ വർഷത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. എന്താ പറഞ്ഞത്? റസൂലെ അങ്ങയെ പുറത്താക്കുകയാണെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അധികം ഇവിടെ കഴിയാൻ പറ്റില്ല, കാണാൻ കഴിയാം. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോയി 2ാമത്തെ വർഷമാണ് ബദർ. ആ ബദർ ഉണ്ടാകുന്നതോടുകൂടി എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, മുഹമ്മദിനെ പുറത്താക്കിയിട്ട് മക്ക വളരെ സുരക്ഷിതമായി, മക്കയും കഅബയും ഹറമും ഒക്കെ നമുക്ക് കൊണ്ടു നടക്കാമെന്ന് വിചാരിച്ച ആളുകൾക്ക്, അതിൽപ്പെട്ട പ്രധാനികളായ 70 ആളുകൾ ആ 2ാമത്തെ വർഷം തന്നെ കൊല്ലപ്പെടാം. അവരിൽപ്പെട്ട 70 ആളുകളെ തടവുകാരായി മുസ്ലിങ്ങൾ പിടിക്കുകയാണ്. അപ്പൊ മക്കയിൽ സസുഖം വാഴാമെന്ന് വിചാരിച്ച ആ വിചാരം 2 വർഷമായപ്പോഴേക്ക് അവിടെ ഇല്ലാതെയായി പോകുന്നു. പിന്നീട് ഉഹദ് നടന്നു, ഖന്ദഖ് നടന്നു, ഹുദൈബിയ സന്ധി നടന്നു, മക്ക വിജയം, ഇതൊക്കെ തൊട്ടടുത്തുള്ള വർഷങ്ങളിലായി ഇങ്ങനെ നടന്നതോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിച്ചു വന്നിട്ട് മക്കയുടെയും ഹറമിന്റെയും കഅബാലയത്തിന്റെയും എല്ലാം അധികാരിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറുന്ന ആ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഇതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പ്രവാചക, അങ്ങ് പോയതിനു ശേഷം, അങ്ങയെ അവർ പുറത്താക്കിയതിനു ശേഷം ഈ മക്കയിൽ എല്ലാ നിലക്കും സസുഖം വാഴാമെന്ന് അവർ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല, വളരെ കുറച്ചു കാലേ അവർക്കുള്ളൂ. എന്നിട്ട് പറയുന്നത് ഇത് നമ്മുടെ പ്രവാചകന്മാർക്കൊക്കെ ഇതിനു മുമ്പുണ്ടായിരുന്ന നടപടിക്രമം പോലെ തന്നെ അള്ളാഹു നടത്തുന്ന ഒരു നടപടിക്രമമാണ്.
നമ്മുടെ ഈ സുന്നത്തിന് യാതൊരു മാറ്റവും വരികയില്ല എന്ന്. അള്ളാഹുവിന്റെ നടപടിക്രമം എന്നുള്ള നിലക്കാണ് പ്രവാചക ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നാണ് ഈ ആയത്തിന്റെ അവസാനം പറയുന്നത്. ഇവിടെ പ്രയോഗിച്ച ഒരു പ്രയോഗം, അള്ളാഹുവിന്റെ നടപടിക്രമം എന്നതിന് ഉപയോഗിച്ചൊരു പദം സുന്നത്ത് എന്നാണ്. അതൊന്ന് ചെറിയൊരു വിശദീകരണം. സുന്നത്ത് എന്ന് പറയുമ്പോൾ 2-3 അർത്ഥത്തിൽ നമ്മൾ സുന്നത്ത് പറയാറുണ്ട്. അള്ളാഹുവിന്റെ നടപടിക്രമം, അള്ളാഹു ഇവിടെ ഏർപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ, ആ നിലക്കാണ് ഇവിടെ സുന്നത്തുള്ള എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ സുന്നത്ത് സാധാരണ നമ്മൾ പറയാറുണ്ട് ഖുർആനും സുന്നത്തും എന്ന്. അത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ അടിസ്ഥാനമായി നമ്മൾ സ്വീകരിക്കേണ്ട തെളിവിനാണ് നമ്മൾ ഖുർആനും സുന്നത്തും എന്ന് പറയാറുള്ളത്. അതായത് ഖുർആൻ അനുസരിച്ച് ജീവിക്കണം, പ്രവാചകന്റെ ചര്യ അനുസരിച്ച് ജീവിക്കണം. അതിലേതെങ്കിലും രൂപത്തിൽ സുന്നത്ത് അനുസരിച്ച് ജീവിക്കാതിരിക്കുകയാണെങ്കിൽ അവൻ ഇസ്ലാമിന് പുറത്താണ്. അല്ലെങ്കിൽ ഹദീസിനെ തള്ളിക്കളയുകയാണെങ്കിൽ, നിഷേധിക്കുകയാണെങ്കിൽ അവൻ ഇസ്ലാമിന് പുറത്താണ്. അതാണ് ഖുർആനും സുന്നത്തും എന്ന് പറയുന്നത്. അതല്ലാത്തൊരു സുന്നത്ത് നമ്മൾ പറയാറുള്ള മൂന്നാമത്തെ ഒരു സുന്നത്താണ് ശറയിൽ. ഇപ്പൊ 3-4 കാര്യങ്ങൾ പറയാറുണ്ട്. വാജിബ്, അതേപോലെ തന്നെ ഹറാമ്, സുന്നത്ത്, കറാഹത്ത്, ഹലാല് എന്നൊക്കെ. അത് ശറയിലെ നിയമങ്ങളെ പറ്റി പറയും. വാജിബ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായും ചെയ്യേണ്ടതാണ്, അത് ചെയ്യാതിരുന്നാൽ കുറ്റം കിട്ടുന്നതാണ്. ഹറാമ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്, അത് ചെയ്താൽ കുറ്റം കിട്ടുന്നതാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഐച്ഛികം എന്നാണ്, ചെയ്താൽ പ്രതിഫലമുണ്ട്, ഒഴിവാക്കിയാൽ ശിക്ഷയില്ല. ഇപ്പൊ പള്ളിയിലേക്ക് ഇങ്ങോട്ട് കയറി വന്ന ഉടനെ തന്നെ ഏറ്റവും ആദ്യം ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എന്താ? 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം. അത് സുന്നത്താണ്. ആ സുന്നത്ത് നമസ്കരിക്കാതിരുന്നാൽ അയാൾ ശിക്ഷിക്കപ്പെടുമോ? അയാൾ ഏതെങ്കിലും രൂപത്തിൽ കുറ്റക്കാരനായി മാറുമോ? ഇല്ല, അത് സുന്നത്തായ നമസ്കാരമാണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് കറാഹത്ത്. സുന്നത്തിന്റെ വിപരീതമായി പറയുന്നതാണ് കറാഹത്ത് എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കലാണ് നല്ലത്. അത് ചെയ്യുക എന്നുള്ളത് കുറ്റകരമല്ല. ഉപേക്ഷിക്കാതിരുന്നാൽ അത് ഉപേക്ഷിച്ചാൽ അതിന് പ്രതിഫലമുണ്ട്. ഇപ്പോ പള്ളിയിലേക്ക് ഇങ്ങോട്ട് കടക്കുമ്പോൾ ഒരാൾ ഇടത് കാല് വെച്ച് ഇങ്ങോട്ട് കടക്കുന്നു. പള്ളിയിലേക്ക് കടക്കുമ്പോൾ വലതുകാൽ മുന്തിക്കണം എന്നാണ്. ഇടതുകാൽ വെച്ചാണ് ഒരാൾ പള്ളിയിലേക്ക് കടന്നത്, അത് കറാഹത്താണ്. അതിന്റെ പേരിൽ അയാൾക്ക് ശിക്ഷിക്കപ്പെടുന്നില്ല ആ കറാഹത്ത് ചെയ്താൽ. നേരെ മറിച്ച് ആ കറാഹത്ത് ഒഴിവാക്കിയിട്ട് ആ സുന്നത്ത് എടുക്കുകയാണ്, വലതുകാൽ വെക്കുകയാണെങ്കിൽ അതിന് കൂലി കിട്ടുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഐച്ഛികമായ കാര്യം എന്നുള്ള നിലക്ക് സുന്നത്തിന് പറയാറുണ്ട്. അപ്പൊ സുന്നത്തായ കാര്യങ്ങൾ എന്നുള്ള നിലക്ക് അങ്ങനെ ഫർള്, നിർബന്ധം, മറ്റൊരു സുന്നത്ത് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ സുന്നത്ത് 2-3 ഐറ്റത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതല്ലാത്തൊരു സുന്നത്താണ് ഇവിടെ പറഞ്ഞത് സുന്നത്തുള്ള, അള്ളാഹുവിന്റെ നടപടിക്രമം. ഇത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. പ്രവാചകരെ ഇങ്ങനെ പ്രവാചകനെ മക്കയിൽ നിന്ന് മദീനത്തേക്ക് കൊണ്ടുപോയതും, അങ്ങനെ മക്ക ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പ്രവാചക അങ്ങയുടെ കയ്യിലേക്ക് വന്നതുമൊക്കെ അള്ളാഹു തീരുമാനിച്ച അള്ളാഹുവിന്റെ നടപടിയുടെ ഭാഗമായാണ് നടന്നിട്ടുള്ളത്. ഇത് നമുക്കറിയാം. പ്രവാചകന്മാർക്കൊക്കെ ഉണ്ടായിട്ടുള്ള നടപടിക്രമം പോലെ എന്ന് പറഞ്ഞില്ല. ഇപ്പൊ ചില പ്രവാചകന്മാരുടെ കാലത്ത് ശിക്ഷ ഇറങ്ങുമ്പോൾ അള്ളാഹ് പറയുന്നുണ്ട് 3 ദിവസത്തിന് ശേഷം ആ ശിക്ഷ ഇറങ്ങുന്നുണ്ട്. മറ്റു ചില പ്രവാചകന്മാരോട് പറഞ്ഞിട്ടുണ്ട് ഇല്ല, ഏതാനും സമയം മാത്രം. ഇപ്പൊ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ആ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നേരം വെളുക്കുന്നതിന് മുമ്പായി ലൂത്ത് നബിയോടും ലൂത്ത് നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോടും അവിടെ നാട് വിട്ടുപോകാൻ വേണ്ടി പറയുന്നുണ്ട്. സുബഹി എന്ന് പറയുന്നത് അടുത്ത് തന്നെ അല്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ സുബഹിന് മുമ്പായിട്ട് എത്രയും പെട്ടെന്ന് ലൂത്ത് നബിയോടും ലൂത്ത് നബിയുടെ അനുയായികളോടും നാട് വിട്ടുപോകാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ അത്രയും സമയം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ പ്രവാചകന്മാർക്ക് ആ കാലത്ത് ശിക്ഷ ഇറങ്ങിയപ്പോൾ അതിൻ്റെതായ ചില നടപടിക്രമങ്ങൾ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ പ്രവാചക അങ്ങയുടെ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലം മാത്രമേ അവർക്ക് അവിടെ വാഴാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത് മറ്റുള്ള പ്രവാചകന്മാർക്കൊക്കെ അള്ളാഹു ഏർപ്പെടുത്തിയ രൂപത്തിലുള്ള ചില നടപടിക്രമങ്ങളാണ് അങ്ങയുടെ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത് എന്ന്. ഇത് സൂറത്തുൽ ഇസ്രായിലെ 73 മുതൽ 77 വരെയുള്ള ആയത്തുകൾ കൂടുതൽ പഠിക്കാൻ തയ്യാറാണ്. ഏതായാലും ഈ ഹിജ്റയുടെ ചരിത്രം, അതിന്റെ പശ്ചാത്തലം വിശുദ്ധ ഖുർആൻ ഇങ്ങനെയാണ് വിവരിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ജീവിതവുമായി ഒന്ന് തട്ടിച്ചു നോക്കുകയും ഇന്ന് നമ്മുടെ ഇസ്ലാമിക ജീവിതം, ഇപ്പൊ നമ്മുടെ ഇന്ത്യ രാജ്യത്തും ഭാരതത്തിലും ഒക്കെയുള്ള ജീവിതത്തെ പറ്റി ചിന്തിച്ചു നോക്കിയാലും ഇതിലൊക്കെ ഓരോ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാൻ തോന്നിപ്പോകും. കാരണം ഇസ്ലാമോഫോബിയയുടെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും നേരെ പല രൂപത്തിലുള്ള അക്രമങ്ങളും പീഡനങ്ങളൊക്കെ നടത്തുകയും ഒരു വേള ഇവിടെ പൗരത്വം തന്നെ നിഷേധിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അവസരമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഹിജ്റയുടെ ഒക്കെ പശ്ചാത്തലം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ പറഞ്ഞത്
അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും വിജയം ഉണ്ടാകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടാകണം. ഈ ആയത്തുകൾ നമുക്ക് പാഠമാകേണ്ടതുണ്ട്. ഇത്തരം രംഗങ്ങൾ നമ്മുടെ എപ്പോഴും ചിന്തിക്കുകയും നമ്മുടെ ഈമാൻ സുദൃഢമാക്കുകയും അതോടൊപ്പം കൃത്യമായ നിലപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസൈകും വഇയ്യായ ഫാനിയ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ശ്രദ്ധിച്ചിരിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മുഹറം മാസം ഇത് പറഞ്ഞാൽ സന്തോഷത്തിന്റെ അതേപോലെ തന്നെ ആഹ്ലാദത്തിന്റെ ഒരു മാസം എന്നുള്ളതിലേക്കാണ് ഇസ്ലാമിക ചരിത്രം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. കാരണം ഒരുപാട് ഇസ്ലാമിക വിജയങ്ങൾ ഉണ്ടായ ഒരു മാസം എന്നുള്ള നിലക്കാണ് മുഹറത്തെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹിജ്റ വർഷം എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അപ്പൊ നമുക്കറിയാം, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ നങ്കൂരമിട്ടത് ഇങ്ങനെ മുഹറം മാസത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. യൂനുസ് നബി അലൈഹി ഇസ്ലാം അതേപോലെ തന്നെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും പുറത്തു വന്ന് രക്ഷപ്പെട്ട് അള്ളാഹു പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ ഇങ്ങനെ ഒരു മാസത്തിലായിരുന്നു, മുഹറത്തിലായിരുന്നു എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വിജയവും അദ്ദേഹം അധികാരത്തിലെത്തിപ്പെട്ടതുമൊക്കെ ഈ മാസത്തിലായിരുന്നു എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തീയിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്രൂദിന്റെ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട മാസവും ഈ മുഹറമാണ്. ഫിറഔനിന്റെ ശിക്ഷയിൽ നിന്ന് മൂസാ നബി രക്ഷപ്പെട്ട് ഫിറഔൻ മുഖ്യ നശിപ്പിക്കപ്പെട്ട അതും മുഹറത്തിലായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ വിലയിരുത്തപ്പെട്ടതായി കാണാൻ കഴിയുന്നുണ്ട്. ഈ ഹിജ്റ വർഷം തുടങ്ങിയത് ശരിക്കും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ഹിജ്റ വർഷം എണ്ണാൻ തുടങ്ങിയത്. പ്രവാചകൻ ഹിജ്റ പോയ ആ കാലം മുതൽ 1 എന്നുള്ള നിലയ്ക്ക് പല രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ ചില ആളുകൾ പറഞ്ഞു. പ്രവാചകന്റെ ജന്മദിനമാകാം, അതേപോലെ തന്നെ ആമുൽ ഫീൽ, അതായത് കഅബ പൊളിക്കാൻ വേണ്ടി ആളുകൾ വന്ന ആ കൊല്ലം കണക്കാക്കിയിട്ട് കൊല്ലം തുടങ്ങാം എന്നൊക്കെ പല അഭിപ്രായങ്ങളും പറഞ്ഞപ്പോ പിന്നെ അവസാനം പ്രവാചകൻ ഹിജ്റ പോയ ഈ കാലം തന്നെ അത് ഹിജ്റയുടെ 1ാമത്തെ കൊല്ലമായി കണക്കാക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽ ചെയ്തത്. എന്ന് വിചാരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയത് മുഹറത്തിലാണ് എന്നല്ലട്ടോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയിട്ടുള്ളത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അതായത് ആ വർഷം മുഹറം മുതൽ 1ാമത്തെ കൊല്ലം എന്നുള്ള നിലയ്ക്ക് എണ്ണി തുടങ്ങി എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഏതായാലും ഇങ്ങനെ ഇസ്ലാമിൽ ഒരുപാട് വിജയമുണ്ടായ ഒരു മാസം എന്നുള്ള നിലക്കാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ന് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹത്തിന് മുഹറം എന്ന് പറഞ്ഞാൽ ഒരു ശകുനത്തിന്റെ ഒരു മാസമായിട്ട് പലപ്പോഴും ആൾക്കാർ ഈ ഹജ്ജിന്റെ ആ ദിവസങ്ങളാണ് കഴിഞ്ഞാൽ, അയ്യാമു തശ്രീഖാണ് കഴിഞ്ഞാൽ പിന്നെ തകൃതിയായ ഒരുപാട് പരിപാടികളാണ്. കുടിയിരിക്കല്, കുറ്റിയടിക്കല്, കല്യാണം നിശ്ചയിക്കല്. കാരണം മുഹറം വരുന്നുണ്ട്, അതൊരു ബേജാറോടുകൂടി ആൾക്കാർ കണക്കാക്കുന്നത്. മുഹറം വരുന്നതിന് മുമ്പായി ഇതൊക്കെ ചെയ്യാനുള്ള വല്ലാത്തൊരു തിരക്ക് കൂട്ടുന്ന ഒരു അവസ്ഥ പലപ്പോഴും മുസ്ലിം സമൂഹത്തിലുണ്ട്. ഇത് യഥാർത്ഥത്തിൽ എവിടുന്ന് കടന്നുകൂടിയതെന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന്. അവരാണ് യഥാർത്ഥത്തിൽ മുഹറത്തെ പേടിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഫിറഔൻ മുഖ്യ നശിപ്പിക്കപ്പെട്ടത്. അപ്പൊ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത ശകുനത്തിന്റെ മാസമാണ് മുഹറം. അപ്പൊ ഇസ്ലാമിന് വിജയം ഉണ്ടാവുകയും പ്രതിയോഗികൾക്ക് ഒരുപാട് പരാജയം സംഭവിക്കുകയും ചെയ്ത മാസം എന്നുള്ള നിലയ്ക്ക് മുഹറത്തെ ഇസ്ലാമിക ചരിത്രം കണക്കാക്കുന്നത്. ആ പ്രതിയോഗികളായ ആളുകൾ പ്രചരിപ്പിച്ച പ്രചാരണങ്ങളിൽ നിന്നാണ് ഈ മുഹറത്തെ വളരെ മോശമായി കണക്കാക്കുന്നത്. പിന്നീട് ഷിയാക്കളാണ്. ഇപ്പൊ കർബല യുദ്ധം, ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത് അതൊരു മുഹറത്തിലായതിന്റെ പേരിൽ ഷിയാക്കൾ ഇതിനെ ശകുനത്തിന്റെ കാലമായി കണക്കാക്കുന്നുണ്ട്. അപ്പൊ ഷിയാക്കളിൽ നിന്നും അതേപോലെ തന്നെ ജൂതന്മാരിൽ നിന്നും ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്നും കടന്നു വന്നതാണ് മുഹറം മോശമാണ്, അത് നഹ്സിന്റെ ദിവസങ്ങളാണ് എന്നൊക്കെ കണക്കാക്കിയിട്ട് മുഹറം 10 വരെയുള്ള ദിവസങ്ങൾ ഒന്നിനും പറ്റാത്ത, നല്ല കാര്യത്തിനൊന്നും പറ്റാത്തതായിട്ട് കണക്കാക്കുന്ന അവസ്ഥ. ശരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം, ഏതെങ്കിലും ഒരു സമയം പറ്റാത്തതായി, നഹ്സിന്റെതായി, ശകുനമായി ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏത് സമയവും ബിസ്മി ചൊല്ലി ഒരു കാര്യമാണ് തുടങ്ങിയാൽ അത് അള്ളാഹുവിന്റെ ബർക്കത്തും റഹ്മത്തും അതിന് ഉണ്ടാവുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത്. ഒരാൾ സുബഹിസ്കരിക്കാതിരിക്കുകയാണെങ്കിൽ ആ ദിവസം നഹ്സിന്റെ ദിവസമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്.
അതല്ലാത്ത അള്ളാഹുവിൽ പരമേൽപ്പിച്ച ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിലും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകും എന്ന് പഠിപ്പിച്ചതാണ്. ഇതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിൽ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹറുല്ലാഹിൽ മുഹറം വ അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമളാൻ മാസത്തിലെ നോമ്പ് കഴിച്ചാൽ പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട അഫ്ളലായ നോമ്പ് എന്ന് പറഞ്ഞാൽ മുഹറം മാസത്തിലെ നോമ്പാണ്. അതായത് താസുഅ നോമ്പും ആശുറ നോമ്പും. മുഹറം 9 നോമ്പും മുഹറം 10 നോമ്പുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പുകൾ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പറഞ്ഞിട്ടുള്ള മുഹറത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രാധാന്യത്തെ പഠിപ്പിക്കുന്ന ഒരു ഹദീസ്. നോമ്പ് നോൽക്കാം. 10 റസൂൽ നോറ്റു, എന്നിട്ട് പറഞ്ഞു, ഞാൻ അടുത്ത കൊല്ലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 കൂടി ഞാൻ നോമ്പ് നോൽക്കുന്നതാണ് എന്ന്. അടുത്ത വർഷത്തേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്നില്ല, വഫാത്തായി. ഏതായാലും പ്രവാചകന്റെ ആ വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ മുഹറം 9 എന്നുള്ളതും മുഹറം 10 എന്നുള്ളതും പ്രവാചകന്റെ ചര്യ എന്നുള്ള നിലക്ക് നോമ്പ് സുന്നത്തായ 2 ദിവസങ്ങളാണ്. അത് പ്രാധാന്യപൂർവ്വം അനുഷ്ഠിക്കേണ്ടതാണ് എന്നതാണ് ഇതിനെപ്പറ്റി വിലയിരുത്തപ്പെടുന്നത്. അപ്പൊ ആ നിലക്ക് മുഹറം മാസത്തെ മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹം ചൊരിഞ്ഞ, അതോടൊപ്പം യുദ്ധം ഹറാമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസം എന്നുള്ള നിലക്കൊക്കെയാണ് മുഹറത്തെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വിലയിരുത്തുന്നത്. അതിനെ ആ നിലക്ക് തന്നെ കണക്കാക്കി ഇസ്ലാമിന്റെ ഷിആറുകളെ യഥാർത്ഥ രൂപത്തിൽ ആദരിക്കാനും ബഹുമാനിക്കാനും നാം പഠിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. ഏതായാലും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കുന്ന യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടാനും ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് തെറ്റിദ്ധാരണ മൂലം മറ്റും വന്നു പോയിട്ടുള്ള അപാകതകളും കുറ്റങ്ങളും പോരായ്മകളും ഒക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ സ്വാലിഹായ നല്ല നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരുമാറാകട്ടെ. നമ്മിൽ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന, അസുഖമായി കിടക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു ആശ്വാസം നൽകി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവന്റെ ഉന്നതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസ സമൂഹത്തിന് അള്ളാഹു കരുത്തും ഈമാനികമായ ആവേശവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.